ഇന്ന് നമ്മളൊരു കസിൻസ് ഗെറ്റ് ടുഗദറിനും കൂടാതെ ഒരു മോം ടുബിക്കും വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ മോളിൻ്റെ മോം ടുബിയാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നോർമലായിട്ട് 8 മണി 7 മണി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ ആരും എത്താത്തതിനോട് ഇന്ന് നമ്മൾ മിഡ് നൈറ്റ് സെലിബ്രേഷൻ ആക്കി മാറ്റി. അതും 10 മണിക്ക് 10 മണിയാകുമ്പോഴത്തേനും കോഴിക്കോട് ബീച്ചിലെത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നും എല്ലാ ദിവസവും നേരെ വെക്കണ പോലെ തന്നെ ഇന്ന് റീനും നേരെ വെക്കിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഡിസ്കഷനിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവാണ്. ഈ മീനിനെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും എല്ലാവർക്കും മനസ്സിലാവും ഇത് ഏതാ സ്ഥലം. നമ്മുടെ കാലിക്കറ്റുള്ള സംസം റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവരോട് പുറത്തുനിന്ന് സർപ്രൈസ് ആണെന്നിട്ട് പോലെ കയറി വരണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി നമ്മളെല്ലാവരും ഇവിടെ തൂണിൻ്റെ പുറത്ത് ഒളിച്ചിരുന്ന് അവർ കയറി വരുന്നതും നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കൈയടിക്കുന്നു, ഒരു ഞെട്ടിയ പോലെ അഭിനയിക്കുന്നു. ആഹാ എന്താ അല്ലേ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്തായാലും കേക്ക് നമ്മൾ നല്ല മെൽട്ടാവുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും അത്ര മെൽട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 9:30 മുതൽ വണ്ടിയിലിരിക്കുന്ന കേക്കാണ്. സമയം 11:30 മണിയായിട്ടും കേക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും അടിപൊളി കേക്കായിരുന്നു. എന്തായാലും കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡിനുള്ള ഓർഡർ ചെയ്യുന്നു. നമ്മൾ നല്ല മലബാരി ചിക്കനും അതുപോലെ പൊറാട്ടയും നാനൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളുടെ വക ഒരു കളിയായിരുന്നു. ഈ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എവിടെയും പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കില്ലേ. മേലെ നമ്മൾ മാത്രം ഉണ്ടായതിനെ കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മലബാരി ചിക്കനായിരുന്നു, നല്ല എരിവൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണൻ്റെ സ്പൈസൊക്കെ ആയിട്ട് എന്തായാലും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ച് എണീക്കാൻ നിൽക്കുമ്പോഴാണ് മറ്റ് വേറൊരു പ്ലേറ്റ് മലബാരി ചിക്കനും കൂടി വന്നത്. ഞാൻ കഴിയുകയോട് പിന്നെ അതിന് എടുക്കാൻ നിന്നില്ല. ബാക്കി എല്ലാവരും കൂടി കഴിച്ചൊക്കെ ചെയ്ത് അങ്ങനെ ഫുള്ള് രസേനു. ആൾക്ക് ബട്ടർ നാനൊക്കെ കൊടുക്കായിട്ട് കരച്ചില്ലേനു. പിന്നെ അങ്ങനെ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 12:30 മണിയായി.